ഒരു നിമിഷം നമുക്ക് ശാന്തരാകാം. എന്നെ സൃഷ്ടിച്ച്, എന്നെ പരിപാലിച്ച്, എന്നെ നയിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്ന എന്ന അവബോധത്തോടുകൂടിയായിരിക്കുക. റോമ 8:28 അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന ദൈവം. ഇന്ന് ഇവിടെ ആയിരിക്കുന്നവർ അവൻ വിളിച്ചു ചേർത്തവനാണ്. ഇവിടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നവർ അവനാൽ അനുഗമിക്കപ്പെട്ടവരാണ്, അവന്റെ ഒപ്പം നടന്നവരാണ്. ഈ ഒരു ചിന്തയോടുകൂടി നമുക്കായിരിക്കാം. നമ്മളെല്ലാവരും തമ്പുരാന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരാണ്. ചിന്തയോടുകൂടി ആയിരിക്കും. നല്ല ഈശോയെ, ഇന്ന് ഈ നിമിഷം നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ യാചനകളുണ്ട്, അപേക്ഷകളുണ്ട്, നിയോഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഒക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എൻ്റെ ഗുരുവും നാഥനുമാണ്. തോമാസ് ലീഹ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അവൻ്റെ കർത്താവേ, അവൻ്റെ ദൈവമേ എന്നല്ല, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കാരണം മറ്റൊന്നുമല്ല, അവൻ മുറിപ്പാടുള്ള കൈകളും പിളർക്കപ്പെട്ട ഹൃദയവും കണ്ടു. മുറിപ്പാടുള്ള കൈകാലുകളും പിളർക്കപ്പെട്ട ഹൃദയവും കാണുന്നവരൊക്കെ വിളിച്ചു പറയേണ്ട സത്യം ഇതാണ്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അവന്റെ ഹൃദയം പിളർന്നപ്പോൾ, അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ ശതാധിപൻ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരം: ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഇന്ന് ഉത്ഥാനത്തിന് ശേഷം അവന്റെ പിളർക്കപ്പെട്ട ഹൃദയം കണ്ടപ്പോൾ തോമസ് വിളിച്ചു പറഞ്ഞു: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇന്ന് ഈ തിരുസഖാരിയുടെ മുമ്പിൽ, അരുളിക്കായിൽ എൻ്റെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന എൻ്റെ ദൈവത്തെ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ഇത് മാത്രം: ഇതെൻ്റെ കർത്താവാണ്. തിബേരിയോസിന്റെ തീരത്ത് നിൽക്കുന്ന തമ്പുരാനെ കണ്ടപ്പോൾ കടലിലായിരിക്കുന്ന സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ വിളിച്ചു പറഞ്ഞു: അത് കർത്താവാണ്. ഈ കർത്താവിനെ കാണുവാനും, ഈ കർത്താവിനെ കേൾക്കുവാനും, ഈ കർത്താവിനെ അനുഭവിച്ചറിയുവാനുമുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നുവെന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. ഈശോ അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിൽ കരയാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചു. മറിയം ഈശോ നിന്നിരുന്ന അടുത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളും അവളോടുകൂടെ വന്ന യഹൂദന്മാരും കരയുന്നത് കണ്ട ഈശോ ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു: അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു: കർത്താവേ, വന്നു കാണുക. ഈശോ കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു: നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു: അന്ധന്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നില്ലേ? ഇരിക്കും. ഈശോ മിശിഹായില് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തില് നാം വായിക്കുന്ന പല ഭാഗങ്ങളും ഒറ്റൊരു വാക്കിൽ ചുരുക്കി പറയാം: അവൻ സൗഹൃദം ആഗ്രഹിച്ചു, അവൻ സുഹൃത്തുക്കളെ ആഗ്രഹിച്ചു.
അവൻ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും ആഗ്രഹിച്ചു. സൗഹൃദങ്ങളുടെ കഥ പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ. ഏതു ഭാഗം എടുത്തു നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈശോ കുറെ സൗഹൃദങ്ങളുടെ മനുഷ്യനായിട്ട് മാറുന്നതായിട്ട് കാണുന്നു. അവന്റെ ജനനം മുതല് ഇങ്ങോട്ട് എടുത്തു വെക്കുവാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അവൻ സൗഹൃദങ്ങളെ ആഗ്രഹിച്ചു. അവൻ എന്തും പറഞ്ഞാലും എല്ലാം സൗഹൃദവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവൻ പറയുന്നത്, സുഹൃത്തുക്കളുമായിട്ട്. അവന്റെ ജനനം തന്നെ എടുത്തു നോക്കുക. അവൻ സൗഹൃദങ്ങളെ ആഗ്രഹിച്ചതിനുള്ള യഥാർത്ഥമായ തെളിവാണ് കാലിത്തൊഴുത്ത്. അതുവരെ അന്യമായി നിന്നിരുന്ന ഒരു തൊഴുത്തിനെ അവന്റെ ജനനം കൊണ്ട് അനേകരുടെ ജീവിതത്തിൽ ഇടം നേടിക്കൊടുക്കുന്നു. പിന്നീട് ക്രൈസ്തവർ മുഴുവൻ കാലിത്തൊഴുത്തിനെ സ്നേഹിക്കുകയാണ്. പുൽക്കൂട് വരും, അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ പുൽക്കൂടായിട്ട്. ക്രിസ്തു തെരഞ്ഞെടുത്തതെല്ലാം വ്യത്യസ്തതകൾ നിറഞ്ഞ വഴികളും കാഴ്ചപ്പാടുകളും രീതികളുമാണ്. അവൻ ഇടപെട്ട നിമിഷങ്ങളിലെല്ലാം, അവൻ ഇടപെട്ട വ്യക്തികളെല്ലാം പിന്നീട് സൗഹൃദങ്ങളുള്ളവരായിട്ട് മാറുന്നതായിട്ട് നാം കാണുന്നു. ആദ്യമായി ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ട് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അവനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് കേട്ട ഉടനെ 2 ശിഷ്യന്മാർ അവനെ അനുഗമിക്കുകയാണ്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങ് എവിടെ വസിക്കുന്നു? അപ്പോൾ ഈശോ പറഞ്ഞു, വന്ന് കാണുക. സൗഹൃദം എന്ന് പറയുന്നത് വന്ന് കാണുക. എന്റെ ദൈവവുമായിട്ടുള്ള സൗഹൃദം വന്ന് കാണുവാനുള്ള ഒരാഹ്വാനമാണ്. വന്ന് കണ്ടവരൊക്കെ പിന്മാറി പോയിട്ടുമില്ല എന്നതാണ് ഈശോയുടെ സൗഹൃദത്തിന്റെ പ്രത്യേകത. ഈശോ സൗഹൃദം കാണിച്ചവരൊക്കെ, ഈശോയുമായി സൗഹൃദം കാണിച്ചവരൊക്കെ പിന്നീട് വേർതിരിഞ്ഞ് നടന്നിട്ടില്ല. നോക്കുക, ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാക്യം പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് 35-ാമത്തെ വാക്യമാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈശോ കണ്ണുനീർ പൊഴിച്ചു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാക്യം. ഈ വാക്യം പറയുന്നത് ഇപ്രകാരം, ഈ വാക്യത്തിന്റെ മുൻപിൽ പറയുന്നത് ഇപ്രകാരവും: നോക്കൂ, അവൻ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു. മരണസമയത്ത് പോലും കണ്ണുനീർ പൊഴിക്കാത്തവൻ സൗഹൃദത്തിന്റെ നഷ്ടപ്പെടലിൽ കണ്ണുനീർ പൊഴിക്കുന്നതായിട്ട് നാം കണ്ടുമുട്ടുന്നു. അവന്റെ സുഹൃത്ത് മരിച്ചു പോകുമ്പോൾ അവനെ സ്നേഹിച്ചിരുന്ന ഈശോ കണ്ണുനീർ പൊഴിക്കുന്നതായിട്ട് കാണും. സ്നേഹമുള്ളവരെ, സൗഹൃദങ്ങൾ അത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വേദിയാണ്. അവൻ സൗഹൃദപ്പെട്ടത് മനുഷ്യരുമായിട്ട് മാത്രമല്ല, മൃഗങ്ങളുമായിട്ടും പക്ഷികളുമായിട്ടും വയൽപ്പൂക്കളുമായിട്ടും മുന്തിരിച്ചെടികളുമായിട്ടും ഒക്കെ അവൻ സൗഹൃദങ്ങൾ പുലർത്തി. അതുകൊണ്ടാണ് അവൻ പഠിപ്പിച്ചതിലെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കാൻ വന്ന നല്ല ഇടയനാണെന്നൊക്കെ അവൻ പറഞ്ഞു വെക്കുന്നത് ഈ സൗഹൃദത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ്. വീണ്ടും നാം മുൻപോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് കടലിനെ ശാന്തമാക്കുന്ന ഈശോ. കടലുമായിട്ടൊരു സൗഹൃദമുണ്ടായിരുന്നവൻ. അവൻ പറഞ്ഞപ്പോൾ കടല് ശാന്തമായി, കാറ്റു നിരച്ചു. നോക്കുക, ഈ പ്രകൃതിയും പ്രകൃതിയിലുള്ള എല്ലാം അവനുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ സൗഹൃദം കാണിച്ചത് അവന്റെ ശിഷ്യന്മാരോട് കൂടിയാണ്. പലപ്പോഴും ശിഷ്യന്മാർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല അവൻ പറഞ്ഞത്. അപ്പോഴൊക്കെ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച്, മറ്റുള്ളവരിൽ നിന്നൊന്ന് ചേർത്ത് പിടിച്ച് അവരെ ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈശോയെ നാം കണ്ടുമുട്ടുന്നുണ്ട്. നോക്കുക, സൗഹൃദങ്ങളുടെ ആഴങ്ങൾ. ലാസർ അടുത്തൊരു വ്യക്തിത്വമാണ്. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് ലാസറിനെ വിശുദ്ധ ഗ്രന്ഥം ചിത്രീകരിക്കുന്നത്. അവന്റെ വേർപാടിൽ കണ്ണുനീർ പൊഴിക്കുവാൻ തക്കവിധം അവൻ അഗാധമായി ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ അത്രമാത്രം സൗഹൃദങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. വീണ്ടും അവൻ ഒരുപാട് വിരുന്ന് മേശകളിലേക്കൊക്കെ പോയിട്ടുണ്ട്.
ശിമിയോന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും അവൻ വിരുന്നുമേശകളെ സ്നേഹിച്ചിട്ടുണ്ട്. ഈ വിരുന്നുമേശകളൊക്കെ പറയുന്നത് സൗഹൃദത്തിന്റെ കഥയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ ആദ്യമേ അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാറുണ്ട്. കാരണം ഞാനും എന്റെ വിരുന്നുകാരുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പാരമ്യമായ ഇടമാണ് ഭക്ഷണമേശ. ഈ ഭക്ഷണമേശയിൽ സ്നേഹപൂർവ്വം വിളമ്പുന്നതൊക്കെ സ്നേഹപൂർവ്വം ഭക്ഷിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സംതൃപ്തി തോന്നാറുണ്ട്. അപ്പോൾ അവര് സന്തോഷത്തോടു കൂടിയാണ് പോയതെന്നുമൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒന്നോർക്കുക, സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ്. ആദ്യത്താഴ വേളയിലും ക്രിസ്തു പറയുന്നത് പ്രകാരമാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ ഈ വിരുന്ന് ഒരുക്കുവാൻ അതിയായി ആഗ്രഹിച്ചു. ആ സൗഹൃദങ്ങളുടെ മേശയിൽ നിന്നുകൊണ്ടാണ് അവൻ പലതും പഠിപ്പിക്കുന്നത്. ശിമിയോന്റെ വീട്ടില് അതിഥിയായി കടന്നു ചെല്ലുന്ന ഈശോയെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ ശിമിയോൻ മറന്ന പല കാര്യങ്ങളും മറ്റൊരു സൗഹൃദത്തിലൂടെ ഈശോ അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ആ വിരുന്നുമേശയിൽ ഇരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ വന്ന് അവന്റെ കാല് കഴുകുകയും അവന്റെ കാല് തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു. തന്നെ വിളിച്ചവനായ ശിമിയോൻ മറന്ന പല കർത്തവ്യങ്ങളും ഇവളിലൂടെ ശിമിയോനെ പഠിപ്പിക്കുവാൻ തയ്യാറാകുന്ന ദൈവപുത്രൻ. സ്നേഹമുള്ളവരെ, സൗഹൃദങ്ങൾ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദം ആവശ്യമായ ഒരിടമാണ് കുടുംബം. ഈ കുടുംബത്തിൽ സൗഹൃദം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ബന്ധങ്ങളിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്. ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഞങ്ങളുടെ ബന്ധങ്ങൾ തകർന്നു പോയി. സമാധാനമില്ല, സന്തോഷമില്ല. എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ കുടുംബത്തിലെ സൗഹൃദം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്? വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും മക്കൾ തങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അത് മനോഹരമായ സൗഹൃദത്തിന്റെ വേദിയായതുകൊണ്ടാണ്. സൗഹൃദം എന്ന് പറയുന്നത് അത്രമാത്രം അഗാധമാണ്. സുഹൃത്ത്, ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് അഗാധമായ ഇടങ്ങളാണ്. ചില ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ കാണാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ എന്റെ ഒരു ബന്ധുവായ ഒരു ചേട്ടനും ചേച്ചിയുമുണ്ട്. ഞാൻ അവരെ ബോമനം മോളി എന്നാണ് വിളിക്കുന്നത്. കാരണം അവര് പരസ്പരം അടിയും ബഹളവുമാണ്. എങ്കിലും അവരൊന്നിച്ചേ നടക്കൂ, ഒന്നിച്ചേ ഭക്ഷണം കഴിക്കൂ, ഒന്നിച്ചേ പള്ളിയിൽ പോകൂ. എന്നും എപ്പം കൂടിയാലും പരസ്പരം പാര വയ്ക്കുകയും ചെയ്യും. പക്ഷേ പരസ്പരം സ്നേഹവുമാണ്. ഇതാണ് സൗഹൃദം. സ്നേഹമുള്ളവരെ, സൗഹൃദത്തിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. തിരക്കുകളുടെ ലോകത്തില്, വളരെ ബിസിയായിട്ട് നിൽക്കുന്ന ലോകത്തിലും എന്റെ കുടുംബത്തിൽ എനിക്ക് സൗഹൃദം സ്ഥാപിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, ഈശോ സൗഹൃദം കാണിച്ചവരെയൊക്കെ ഈശോയ്ക്ക് തിരുത്തുവാനും സാധിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ തിരുത്തുവാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ്? എന്റെ സൗഹൃദങ്ങൾ, എന്റെ കുടുംബത്തിലെ സൗഹൃദങ്ങൾക്കൊക്കെ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്, തെറ്റായ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ്. ഞാൻ അത്രമാത്രം എന്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പലപ്പോഴും തിരുത്താൻ കഴിയാതെ പോകുന്നത്. ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, തിരുത്തുക. അവന്റെ അടുത്ത് വന്നവര്, അവനോട് സൗഹൃദം കാണിച്ചവരൊക്കെ തിരുത്തപ്പെട്ടിട്ടുണ്ട്, തിരിച്ചറിവ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കുക, അവന്റെ അടുത്ത് വന്ന പാവിനിയായ സ്ത്രീ, അവന്റെ കാലുകൾ കഴുകുകയും അവന്റെ കാലിൽ ചുംബിക്കുകയും തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്തപ്പോൾ ഈശോ അവളോട് പറഞ്ഞത് പ്രകാരം അവൾ അധികം സ്നേഹിച്ചു, അതുകൊണ്ട് അവളുടെ നിരവധിയായ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കും. നോക്കുക, സൗഹൃദങ്ങളിലൂടെ സ്നേഹത്തെ എടുത്തു വയ്ക്കുകയും സ്നേഹത്തിലൂടെ എല്ലാത്തിനെയും പൊറുക്കുകയും ചെയ്ത ദൈവത്തിന്റെ ചിത്രം. സൗഹൃദങ്ങളിലൂടെ സ്നേഹത്തെ എടുത്തു വയ്ക്കുകയും സ്നേഹത്തിലൂടെ എല്ലാത്തിനെയും പൊറുക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ചിത്രം. വീണ്ടും വിധക്കാരന്റെ ഉപമ പറയുന്ന ഈശോയെ നാം കണ്ടുമുട്ടുന്നുണ്ട്. വിധക്കാരന്റെ ഉപമ പറയുന്ന ഈശോയെ കുറിച്ച് ഈശോ ഈ ഉപമ പറഞ്ഞ ശേഷം ഈ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഞങ്ങൾക്കിത് മനസ്സിലായില്ല. സൗഹൃദങ്ങളിൽ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ തിരിച്ചറിയുവാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തി സ്വീകരിക്കുവാനുമുള്ള ഒരു കൃപയാണ്.